ഹായ് ഫ്രണ്ട്സ്, ഫെബ്രുവരി ആയിട്ട് നല്ല തണുപ്പാണ്. ഈ ചെടികളിലൊക്കെ ഇഷ്ടംപോലെ മഞ്ഞ് കണങ്ങൾ പറ്റിയിരിപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നിരുന്നതല്ല, നമ്മൾ ഫാമിലേക്ക് ഇന്ന് വരുന്ന വഴിക്ക് FM പറയുന്നുണ്ടായിരുന്നു ഇന്നലെയൊക്കെ പകൽ സമയത്ത് നല്ല ചൂടായിരുന്നു, ഇന്ന് നല്ല ചൂടാവുമെന്ന്. രാവിലെ നല്ല തണുപ്പുമാണ്. 2-3 ദിവസമായിട്ട് നമ്മൾ പുറത്തെടുത്ത് വെച്ച പുതിന പ്ലാന്റുകളാണിത്. കണ്ടില്ലേ, ഇത് ഹൈഡ്രോപോണിക് രീതിയിൽ തൈകളുണ്ടാക്കുന്നതാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ കുറവൊന്നുമില്ല, ഇത് വെള്ളത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ നോക്കിയപ്പോഴേക്കും ഇതിൻ്റെ ലീവ്സിലൊക്കെ നല്ലവണ്ണം സൺബേൺ കിട്ടിയിട്ടുണ്ട്. സൂര്യൻ്റെ ചൂട് കൂടുമ്പോഴേക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ്. കണ്ടില്ലേ, എൻ്റെ ലീവ്സിലൊക്കെ നല്ലവണ്ണം ബേൺ കിട്ടിയിട്ടുണ്ട്. പൊള്ളിപ്പോയതാണ് കണ്ടോ. ഇവിടെയുള്ള കുറച്ച് പ്ലാന്റ്സൊക്കെ ഫുള്ളായിട്ട് തന്നെ ഡാമേജ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് മാത്രമല്ല, ഇത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത പോക്ചോയുടെ പ്ലാന്റ്സാണ്. ഇതും ഈ പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനും റെയിൻ ഷെൽട്ടറോ കവറിങ്ങോ ഒന്നുമില്ല. പുറത്തിരിക്കുന്ന ഒരു ഹൈഡ്രോപോൺ സിസ്റ്റമാണ്. ഇതിൻ്റെ മേളിലത്തെ റോയിലിരിക്കുന്ന ചെടികൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതിൻ്റെ ലീവ്സൊക്കെ നല്ലവണ്ണം പൊള്ളിപ്പോയിട്ടുണ്ട്, നല്ലവണ്ണം സൺബേൺ കിട്ടിയിട്ടുണ്ട്. ഈ മേളിലത്തെ റോയിലിരിക്കുന്ന പ്ലാന്റ്സിനാണ് കൂടുതലും പ്രശ്നം. താഴെ ഇരിക്കുന്ന പ്ലാന്റ്സിന് വലിയ കുഴപ്പം കാണുന്നില്ല. കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിലും ഈ സൈഡിലും ഇരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ നല്ലവണ്ണം ബേൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മുടെ ഈ ആഗോളതാപനം, അതായത് ഇങ്ങനെ ചൂട് കൂടി വരുന്ന അവസ്ഥയിൽ നമ്മുടെ ഈ ഭക്ഷ്യ ഉൽപ്പാദനം എങ്ങനെ ഫ്യൂച്ചറിൽ പ്രോപ്പറായിട്ട് നടക്കുമെന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റിട്ട് അറിയിക്കുക.